ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ക്ലാസ് 12 CBSE കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 95% മാർക്ക് മുകളിലെ മാർക്ക് ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ സ്റ്റുഡൻസും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ലാസ്റ്റ് 5-6 ഇയേഴ്സ് CBSE ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ PYQ സീരീസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടോപ്പിക്കുമായിട്ട് ചെറിയ ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഓരോ ടോപ്പിക് വൈസിൻ്റെ വൺ ഷോട്ട് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിയും വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വീഡിയോസ് നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ PYQ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. So this is first question, CBSE sample taken from CBSE sample question paper 2024-25. State true or false. The Python interpreter handles logical errors during the code execution. Python ഒരു interpreter language ആണ് നമുക്കറിയാം, because it is line by line execution ആണ്. Handles logical error ഡ്യൂറിങ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. പൈത്തൺ ഒരിക്കലും ലോജിക്കൽ എറേഴ്സ് ഇൻ്റർപ്രട്ടർ ഹാൻഡിൽ ചെയ്യില്ല. അതെ, നമ്മൾ മാനുവലി നമ്മളത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം. അതായത് യൂസർ ഹാൻഡിൽ ചെയ്യണം, പ്രോഗ്രാമർ ഹാൻഡിൽ ചെയ്യണം, പൈത്തൺ അത് ഹാൻഡിൽ ചെയ്യില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ഓർ ഫോൾസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, പൈത്തൺ ഇറ്റ് സെൽഫ് ഹാൻഡിൽ ചെയ്യില്ല, നമ്മളതിനെന്ത് ചെയ്യണം, നമ്മൾ ആസ് എ യൂസർ നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളത് ലോജിക്കൽ എറേഴ്സ് കറക്റ്റ് ചെയ്യണം. ലോജിക്കൽ എറർ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാട്ട് ഈസ് ലോജിക്കൽ എറർ? ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് ലോജിക്കൽ എറർ. അതായത് ലാക്ക് ഓഫ് പ്രോഗ്രാമിംഗ് ലോജിക്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു ആവറേജ് ഓഫ് 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതാം? നമ്പർ 1 പ്ലസ്, ഓക്കെ, നമ്പർ 1 പ്ലസ് നമ്പർ 2 പ്ലസ് നമ്പർ 3 ഓൾ ഡിവൈഡഡ് ബൈ 3 എന്നാണ് ചെയ്യേണ്ടത്. ഓൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇപ്പോൾ യൂസർ ഇങ്ങനെ, ഇതാണ് കറക്റ്റ് മെത്തേഡ്. നമ്പർ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 പ്ലസ് നമ്പർ 2 പ്ലസ് നമ്പർ 3 ഓൾ ഡിവൈഡഡ് ബൈ 3. ഇതിന് ഇൻസ്റ്റഡ് ആയിട്ട് യൂസർ ഇങ്ങനെ എഴുതാം: ആവറേജ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ആവറേജ് ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2 പ്ലസ് നമ്പർ 3 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. എന്തുകൊണ്ട് റോങ് ആവുള്ള കാരണം കണ്ടില്ലേ? പൈത്തൺ ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? ആദ്യം നമ്പർ 3 ഡിവൈഡ് ബൈ 3 കാൽക്കുലേറ്റ് ചെയ്യും. ആ വാല്യൂവിനെ, അതിന് കിട്ടുന്ന ആൻസറിനെ നമ്പർ 2 കൊണ്ട് ആഡ് ചെയ്യും, നമ്പർ 1 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. ആവറേജ് എന്ന് പറയുന്ന വാരിയബിളിന് റിസൾട്ട് കിട്ടും നിങ്ങൾ പ്രിൻറ്റ് ചെയ്താൽ. പക്ഷേ റോങ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇത് ഇത് കമ്പ്യൂട്ടർ റോങ് എറർ, ഇറ്റ്സ് റോങ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇൻ്റർപ്രറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് കോഡിൽ എന്തെങ്കിലും സിൻടാക്സ് എററോ അതുപോലുള്ള എറേഴ്സോ മിസ്റ്റേക്സോ ഉണ്ടോ എന്നാണ്. ഇവിടെ എല്ലാ സിൻടാക്സും കറക്റ്റാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നത് റോങ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് പ്രോഗ്രാമർ ലോജിക്. ഇത് ലാക്ക് ഓഫ് പ്രോഗ്രാമിംഗ് ലോജിക് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ പൈത്തൺ ഇത് ഹാൻഡിൽ ചെയ്യില്ല. ഇവിടെ നമ്മൾ പൈത്തൺ ഇൻ്റർപ്രറ്റ് ഹാൻഡിൽ ലോജിക്കൽ എറേഴ്സ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അതാണ് ലോജിക്കൽ എറർ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇത് CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2024-25 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ട്രൂ ഓർ ഫോൾസ് ആണ് കണ്ടെത്തുന്നത്. ദ ഫൈനലി ബ്ലോക്ക് ഇൻ പൈത്തൺ ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് നോ എക്സെപ്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ട്രൈ ബ്ലോക്ക്. ഫൈനലി നോ എക്സെപ്ഷൻ ഫൗണ്ട് ഒക്കേഴ്സ് ഇൻ ദ ട്രൈ ബ്ലോക്ക് എന്നാണ്. അങ്ങനെയാണോ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക? ഫൈനലി ബ്ലോക്ക് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഫൈനലി ബ്ലോക്ക് മീൻസ് നോ മാറ്റർ വെദർ ദ എക്സെപ്ഷൻ ഫൗണ്ട് ഇൻ ദ ട്രൈ ബ്ലോക്ക് ഓർ നോട്ട്. അത് മാറ്റർ അല്ല, എല്ലാ സമയത്തും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, അല്ലേ? ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചത് ഇങ്ങനെയാണല്ലേ. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ബ്ലോക്ക്, എക്സെപ്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ട്രൈ ബ്ലോക്കിൻ്റെ അണ്ടറിലാണ് എഴുതുക. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു
ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ഡിവിഷൻ, ഓക്കെ, ടു നമ്പർ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഞാൻ തരാം. നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇൻറ്റ്, ഓക്കെ, ഇൻറ്റ് ഇൻപുട്ട്, ഇൻറ്റ് ഇൻപുട്ട്, ഇൻറ്റ് ഇൻപുട്ട്, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, ഓക്കെ, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. അപ്പോൾ എന്ത് ചെയ്യും? യൂസർ വിൽ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, ഓക്കെ. Then, so suppose if you want to add two, divide two numbers, we need to ask two number from the user side. Number 2 is equal to int input, okay. Enter the second number. Here one more bracket close ചെയ്യാനുണ്ട്. പിന്നെ input, enter the second number. Okay, ഞാൻ എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. Enter the second number. Okay, enter the second number. Bracket close ചെയ്യാം. Clear? ഇനി ട്രൈ ബ്ലോക്കിലാണ് നമ്മൾ ചില, എന്നാൽ ഈ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ യൂസർ ക്യാൻ എൻ്റർ എനി നമ്പേഴ്സ്. ഇഫ് ദ യൂസർ എൻ്റർ ദ ഫസ്റ്റ് വാല്യൂ ഇസ് 12, സെക്കൻഡ് വാല്യൂ 0. ഇപ്പോൾ സെക്കൻഡ് വാല്യൂ നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആണ്, നോ ഡിഫൈൻഡ് ആണ്, ഓക്കെ. അപ്പം അങ്ങനെയുള്ള കേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ div is equal to number 1 divided by number 2. ഇവിടെ ഒരു എറർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? യൂസർ ക്യാൻ എൻ്റർ എനി നമ്പർ, ഓക്കെ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, സപ്പോസ് യൂസർ ദ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് യൂസർ 12 എന്ന് എൻ്റർ ചെയ്തു, ഓക്കെ. സെക്കൻഡ് നമ്പർ യൂസർ ക്യാൻ എൻ്റർ എനി നമ്പർ, സപ്പോസ് യൂസർ എൻ്റർ 0. ഇവിടെ 12 ഡിവൈഡ് ബൈ 0 എന്ന് പറയും. 12 ഡിവൈഡ് ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ ഒക്കെ അറിയില്ലേ? ആ എക്സെപ്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം വിൽ ടെർമിനേറ്റ് അബ്നോർമലി, ഓക്കെ. പ്രോഗ്രാം ഒന്നും പ്രിൻറ്റ് ചെയ്യാതെ അതെന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്തു. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെപ്ഷൻ ഉപയോഗിക്കുന്നത്, ഓക്കെ. നമ്മളെ പ്ലേലിസ്റ്റിൽ വൺ ഷോട്ട് വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതെങ്ങനെ സിമ്പിൾ വേയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ഐഡിയ കാണും. PYക്ക് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ആ വൺ ഷോട്ട് വീഡിയോ കണ്ട് ഇതിൻ്റെ ശേഷം തിരിച്ചിങ്ങോട്ട് വരാം. എന്നാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി ഒരു ബേസിക് ആയിട്ട് ഐഡിയ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഡയറക്റ്റ് PYQയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടോ, ഇതിൽ നമുക്ക് DEIV ഇസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. ഇവിടെ ഒരു എറർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇതിനെ ഹാൻഡിൽ ചെയ്യണം. അതിന് മുന്നേ ഞാൻ ഇതുണ്ടോ, ഇതില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകണം. എക്സെപ്റ്റ് ദ സീറോ ഡിവിഷൻ എറേഴ്സ്, സീറോ ഡിവിഷൻ എറർ. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് പൈത്തൺ എക്സെപ്ഷൻസ് ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ വീഡിയോ കാണാം. സീറോ ഡിവിഷൻ എറർ, സീറോ ഡിവിഷൻ എറർ. ഈ സീറോ ഡിവിഷൻ എററിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. സോറി, പ്രിൻ്റ് സ്പെല്ലിംഗ്. ഇവിടെ എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഷുഡ് നോട്ട് ബി 0. 0 ആവാൻ പാടില്ല എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു, ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ യൂസർ 12 0 എന്നുള്ള രണ്ട് ഇൻപുട്ടാണ് കൊടുത്തതെങ്കിൽ DIV is equal നമ്പർ 1 നമ്പർ 2 എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു എറർ ഒക്കെ അറിയും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല, നേരെ എക്സെപ്റ്റ് കേസിലേക്ക് വരും. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എൽസ് ബ്ലോക്ക് കൊടുക്കുക. എൽസ് ബ്ലോക്കിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൽസ് ബ്ലോക്കിൻ്റെ അണ്ടറിലാണ് ഞാൻ അത് ചെയ്യുന്നത്. പ്രിൻറ്റ് ഡബിൾ കൊട്ടേഷൻ ഒക്കെ സിമ്പിളായിട്ട് എഴുതാണ് നമ്മൾ. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഡിവിഷൻ ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് div, ഓക്കെ. സോറി, വാല്യൂ ഓഫ് div എന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഇവിടെ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. മൗസ് പോയിൻ്റർ നോക്കുക. അപ്പോൾ DVIV കണ്ടോ? എൽസ് ബ്ലോക്ക് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെയാണ് ഞാൻ ഫൈനലി ബ്ലോക്ക് കൊടുക്കുന്നത്. ഫൈനലി ബ്ലോക്കിൽ നമുക്ക് എന്തും പ്രിൻ്റ് ചെയ്യാം. ഞാൻ ഉണ്ടോ, ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നത് ഫൈനലി ബ്ലോക്കിൽ എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും പ്രിൻ്റ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം, എൻഡ് ഓഫ് ദി പ്രോഗ്രാം, ഓക്കെ. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്തോ ഇല്ലേ എന്നുള്ളത് മാറ്റർ ഇല്ല. ഈ രണ്ട് ഇൻപുട്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സെപ്ഷൻ ഇവിടെ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് നമ്പർ 0 ആയാൽ, ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, ഈ നമ്പർ ഷുഡ് ബി 0 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് നേരെ എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി എക്സെപ്ഷൻ ഒന്നും ഇവിടെ എക്സെപ്ഷൻ ഒന്നും ഇവിടെ എന്താണ് പറയുക, പ്രെഡിക്റ്റ് ചെയ്തില്ല. ഇവിടെ ഒരു എക്സെപ്ഷനും, സപ്പോസ്
ഒരു എക്സെപ്ഷനും ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ദ പ്രോഗ്രാം കൺട്രോൾ ഗോ ടു ദ എൽസ് പാർട്ട് ആൻഡ് ഡിവിഷൻ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഡിവിഷൻ വിൽ ബി പ്രിൻറ്റഡ് ദെൻ ഫൈനലി വിൽ ബി പ്രിൻറ്റഡ്. അപ്പോൾ കേസ് എന്തായി കഴിഞ്ഞാൽ എക്സെപ്ഷൻ ഫൗണ്ട് ചെയ്താലും ഫൗണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞ എന്താണ്, ഫൈനലി ബ്ലോക്ക് ഇൻ പൈത്തൺ ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് നോ എക്സെപ്ഷൻ ഫൗണ്ട്. അപ്പം എക്സെപ്ഷൻ ഫൗണ്ട് ചെയ്താലും എക്സെപ്ഷൻ ഫൗണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇത് CBSE എക്സാം 2024 നടത്ത ക്വസ്റ്റ്യൻ ആണ്. വൈൽ ഹാൻഡ്ലിംഗ് എക്സെപ്ഷൻ ഇൻ പൈത്തൺ, നെയിം ഓഫ് ദി എക്സെപ്ഷൻ, സി ഇതാണ് അതിൻ്റെ കോർ കോൺസെപ്റ്റ്. നെയിം ഓഫ് ദി എക്സെപ്ഷൻ ഹാസ് ടു ബി കമ്പൽസറിലി ആഡഡ് വിത്ത് എക്സെപ്റ്റ് ക്ലോസ്. കമ്പൽസറി ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കമ്പൽസറി അല്ല. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്കുണ്ടോ, ട്രൈ എന്നുള്ള ബ്ലോക്ക് കൊടുത്തു, ഇതിൽ നമ്മൾ എക്സെപ്ഷൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സെപ്റ്റ് ഉണ്ടോ, എക്സെപ്ഷൻ എന്ന് പകരം നമ്മൾ പ്രീവിയസ് കേസിൽ ഞാൻ എങ്ങനെ എഴുതിയത്, എക്സെപ്റ്റ് സീറോ ഡിവിഷൻ എറർ എന്ന് കൊടുത്തു അല്ലേ, സീറോ ഡിവിഷൻ എറർ. ഇത് എഴുതുമ്പോൾ Z ക്യാപിറ്റലാണ്, D ക്യാപിറ്റലാണ്. ഓക്കെ, ഡിവിഷൻ എറർ. ഇതെങ്ങനെയാണ് എൻ്റെ പ്രോപ്പർ വേ. ഇത് കമ്പൽസറി അല്ല, അങ്ങനെ കൊടുക്കണമെന്ന് കമ്പൽസറി അല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എക്സെപ്റ്റ്. ഉണ്ടോ, ഈ നെയിം എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. അത് ഏതെങ്കിലും ഒരു സീറോ ഡിവിഷൻ എറർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യും. ഇനി നിങ്ങൾ ഇങ്ങനെ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ സിംപ്ലി എക്സെപ്റ്റ് എന്ന് മാത്രമാണ് എഴുതിയതെങ്കിലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഇത് കമ്പൽസറി എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കുറി ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഒരു 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 4, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. An exception may be raised even if the program is syntactically correct. Exception may be raised even if the program is syntactically correct. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ? പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് ചിലപ്പം കറക്റ്റ് ആയിരിക്കും, പക്ഷേ ദർ ഈസ് എ ചാൻസ് ഫോർ എക്സെപ്ഷൻ. പ്രീവിയസ് എക്സാമ്പിൾ തന്നെ എടുക്കാം, നമ്പർ ഡിവൈഡ് ബൈ അനദർ നമ്പർ, ഡിവിഷൻ പ്രോഗ്രാം. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് അല്ല, വേ ഓഫ് റൈറ്റിംഗ്, സിൻടാക്സ് എല്ലാ സ്റ്റെപ്പും കറക്റ്റാണ്. പക്ഷേ യൂസർ ഇൻപുട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എൻ എറർ. ദർ വിൽ ബി എ ചാൻസ് ഫോർ എറർ. ഒരു എറർ അറൈസ് ചെയ്യും, പ്രോഗ്രാം എന്ത് ചെയ്യും, ഒരു സീറോ ഡിവിഷൻ എറർ വന്നിട്ട് പ്രോഗ്രാം അബ്നോർമലി ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ സിൻടാക്സ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് മാറ്റർ അല്ല. സോ എക്സെപ്ഷൻ മേ ബി റൈസ്ഡ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എക്സെപ്ഷൻ അറൈസ് ചെയ്യാം ഈവൻ ഇഫ് ദ പ്രോഗ്രാം ഈസ് സിൻടാക്റ്റിക്കലി കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ട്രൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. So what will be the output of the following Python code? Okay, A is equal to 5.2, ഒരു ഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്. ട്രൈ ബ്ലോക്ക്. ഓക്കെ, പ്രിന്റ് A, എക്സെപ്റ്റ്, നെയിം എറർ, പ്രിന്റ് വാരിയബിൾ ഈസ് നോട്ട് ഡിഫൈൻഡ്. നെയിം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന വാരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ വരുന്ന എററാണ്. അപ്പോൾ നെയിം എറർ എന്നുള്ളത്. എക്സെപ്റ്റ്, വാല്യൂ എറർ. വാല്യൂ എറർ എന്ന് പറഞ്ഞാൽ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, നമ്മളൊരു സ്ട്രിങ് വാല്യൂ എൻ്റർ ചെയ്തു. അങ്ങനെയുള്ള വാല്യൂ എറേഴ്സ് വരുമ്പോൾ അങ്ങനെയുള്ള റോങ് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രോഗ്രാം പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, പക്ഷേ യൂസർ എൻ്റർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് വാല്യൂ ആണ്. അങ്ങനെ ഈ വാല്യൂസിനുണ്ടാകുന്ന മിസ്മാച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന എററാണ് വാല്യൂ എറർ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളതാണ്. A is equal to 5.2, try print A. ഇവിടെ 5.2 will be printed. Okay, 5.2 will be printed. Then 5.2 will be printed. Except name error. ഇവിടെയെങ്കിലും നെയിം എറർ ഉണ്ടോ? ഇല്ല. ഈ വാരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വാല്യൂ എറർ ഉണ്ടോ? മിസ്മാച്ച് ഓഫ് വാല്യൂ? നോ മിസ്മാച്ച് ഓഫ് വാല്യൂ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. 5.2 എന്നുള്ളതായിരിക്കും ഔട്ട്പുട്ട്. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്.
ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാല്യൂ A 5.2 ഡിക്ലെയർ ചെയ്തിട്ട് ട്രൈ ബ്ലോക്കിൽ നമ്മൾ വാല്യൂ പ്രിന്റ് ചെയ്തു. ഈ എക്സെപ്ഷൻ ഇവിടെ വർക്ക് ചെയ്യില്ല. കാരണം എന്താണ്? ഒരു നെയിം എററും ഇല്ല. നോ വാല്യൂ എറർ. സോ ഈ രണ്ട് എക്സെപ്ഷനും വർക്ക് ചെയ്യില്ല. നേരെ പ്രിന്റ് ചെയ്യ 5.2 എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എക്സെപ്ഷൻ ഹാൻഡ്ലിങ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറും എല്ലാ പാറ്റേണും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എറർ വിൽ ബി റൈസ്ഡ് ബൈ ദ ഗിവൺ പൈത്തൺ കോഡ് എന്നാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എറർ വിൽ ബി റൈസ്ഡ് ബൈ ദ ഗിവൺ പൈത്തൺ കോഡ്. ഇത് എന്ത് ഡിക്ലറേഷൻ ആണ്? ലിസ്റ്റ് ഡിക്ലറേഷൻ ആണ് അല്ലേ? എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? സ്ക്വയർ ബ്രാക്കറ്റ് കാണാം, വാല്യൂസ് ഉണ്ട്, വാല്യൂ 1, വാല്യൂ 2. സോ ലിസ്റ്റ് ഡിക്ലറേഷൻ. സ്ട്രിങ് ആണ് 2, 3. പിന്നെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേരിയബിൾ ആണ് ഇൻ എൽ. ഈ ലിസ്റ്റിൽ ഓരോ വാല്യൂസും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിൻറ്റ് ദ എലമെൻറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എലമെൻറ്റ്. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റ് എലമെൻറ്റ് പ്ലസ് 1. എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റാണ് അല്ലേ? എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിസ്റ്റാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഈ എലമെൻറ്റ് എന്ന വാരിയബിൾ ലിസ്റ്റിൽ നിന്നാണ് വാല്യൂ എടുക്കുന്നത്. ഇൻറ്റ് എലമെൻറ്റ് പ്ലസ് 1. ഓക്കെ, ഇവിടെ പ്രിൻറ്റ് ദ ഇൻക്രിമെൻറ്റ് ഓഫ് എലമെൻറ്റ് ഈസ്. ദ ഇൻക്രിമെൻറ്റ് ഓഫ് എലമെൻറ്റ് ഈസ് എന്നാൽ ഓരോ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ഇത് ഇൻറ്റീജർ. ഓക്കെ, ഇത് സ്ട്രിങ് ആണ് അല്ലേ? ഇവിടെ എലമെൻറ്റ് സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിലേക്ക് നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഓരോ വാല്യൂ ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ഇൻക്രിമെൻറ്റ് ഫസ്റ്റ് സ്ട്രിങ് വാല്യൂ ആണ്. ഇവിടെ നമ്മളൊരു +1, 2-ലെ +1 ചെയ്യാൻ പറ്റും, 3-ൽ +1 ചെയ്യാൻ പറ്റും. ഇതൊരു സ്ട്രിങ് വാല്യൂ ആണ്. സ്ട്രിങ് വാല്യൂവിൽ നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് എറർ വരും. ഓക്കെ, ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് എറർ വിൽ ഒക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക? എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? നമുക്ക് കിട്ടുന്നത് ടൈപ്പ് എറർ ആയിരിക്കും അതല്ലേ? ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് ആണ് അല്ലേ? ടൈപ്പ് എറർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. So question number 7, which of the following error will be raised by the given programming code? X is equal to 10, y is equal to 20. If y greater than x, print y is greater than x. ഇവിടെ ഏത് എറർ ആണുള്ളത്? നെയിം എറർ ആണോ, വാല്യൂ എറർ ആണോ, ടൈപ്പ് എറർ ആണോ, സിൻടാക്സ് എറർ ആണോ? ഏത് എറർ ആണുള്ളത്? ഈ കോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് എററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 10, ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ? നോ. വൈ ഈസ് ഈക്വൽ ടു 20, എന്തെങ്കിലും എറർ ഉണ്ടോ? നോ. ഓക്കെ, ഇഫ് ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് വൈ ഗ്രേറ്റർ ദാൻ എക്സ്, ഇവിടെ എന്താണ്? ഇവിടെ ഈ കോളൻ മിസ്സിങ് ആണ് അല്ലേ? കോളൻ മിസ്സിങ്, ഇവിടെ ഒരു കോളൻ വേണം. ആ കോളൻ ഇവിടെ മിസ്സിങ് ആണ്. ഉണ്ടോ? കോളൻ മിസ്സിങ് ആണ്. അപ്പോൾ എന്താണ്? ഇതിൻ്റെ സിൻടാക്സ് ആണ് റോങ്. അപ്പോൾ സിൻടാക്സ് ആണ്. യു ഗോട്ട് ദ പോയിന്റ്? ഉണ്ടോ? ഇഫ് വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോളൻ്റെ ആവശ്യമുണ്ട്. കോളൻ അവർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് സിൻടാക്സ് എറർ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് സിൻടാക്സ് എറർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 8. What will be the output of the following Python code? A is equal to 4, 5, 6, 7. ഇതൊരു ലിസ്റ്റ് ഡിക്ലറേഷൻ ആണല്ലേ? ഇനി അടുത്തത് ട്രൈ ബ്ലോക്കിൽ എന്താണ് കൊടുത്തത്? പ്രിൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് %d. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് കോഡ് എററാണെന്ന് വിചാരിക്കരുത്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? %d. വാട്ട് ഈസ് d എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. %d എന്ന് പറഞ്ഞാൽ A(0). വാട്ട് ഈസ് A(0)? ലിസ്റ്റിൽ 0th എലമെൻറ്റ് അല്ലേ? ലിസ്റ്റിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് 1 ആണ്. തേർഡ് എലമെൻറ്റ് 2 ആണ്. ദിസ് ഈസ് 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ A(0) എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 4 എന്ന് പ്രിൻറ്റ് ചെയ്യും അല്ലേ? ദ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ദ വാല്യൂ ഓഫ് A(0). സോ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ആൻസർ വിൽ ബി ദിസ്. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് ഈസ് %d. A(4). എന്താണ് A(4)? എന്താണ് A(4)? A(4) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എ എന്ന് പറഞ്ഞാൽ നമ്മളെ ലിസ്റ്റാണ് അല്ലേ? ലിസ്റ്റിൽ ഫോർത്ത് എലമെൻ്റ് ഉണ്ടോ? ഇല്ല, അപ് ടു 3 ഉള്ളൂ അല്ലേ? ലിസ്റ്റിൽ ഫോർത്ത് എലമെൻ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു എററാണ് ഒക്കർ ചെയ്യുക. എന്താണ്? ഔട്ട് ഓഫ് റേഞ്ച് ആണത് അല്ലേ? ഈ ലിസ്റ്റിൻ്റെ പുറത്തുള്ള റേഞ്ചാണ്. ലിസ്റ്റിൽ ആകെ മാക്സിമം 4 എലമെൻ്റ്, അതായത് 0 to 3 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ A of 4 പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഇല്ല, അത് ഔട്ട് ഓഫ് റേഞ്ച് എററാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുക, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എറർ എന്നായിരിക്കും. എറർ. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? The standard exceptions are automatically imported in Python program. All raised standard exception must be handled in Python. When there is a deviation from the rule of the programming language, a semantic error is thrown. If any exception is thrown in try block, else block is executed. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ ആർ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടഡ് ഇൻ പൈത്തൺ പ്രോഗ്രാം. പൈത്തൺ പ്രോഗ്രാമിൽ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻബിൽട്ട് എക്സെപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ചെയ്യും പൈത്തൺ പ്രോഗ്രാമിലേക്ക്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓൾ റൈസ്ഡ് സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ മസ്റ്റ് ബി ഹാൻഡിൽഡ് ഇൻ പൈത്തൺ. ഹാൻഡിൽ ചെയ്യില്ല. എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആസ് എ യൂസർ നമ്മളത് കോഡ് ചെയ്യണം അല്ലേ? സോ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ മസ്റ്റ് ബി ഹാൻഡിൽഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ, ഫോൾസ് ആണ്. വെൻ ദർ ഈസ് എ ഡീവിയേഷൻ ഫ്രം ദ റൂൾ ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. റൂൾ ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് സിമാൻറ്റിക് എറർ അല്ല. സിമാൻറ്റിക് എറർ, ദാറ്റ് ഈസ് കോൾഡ് സിൻടാക്സ് എറർ. ഓക്കെ, അങ്ങനെ വരുന്നതിന് സിൻടാക്സ് എറർ എന്ന് പറയാം, സിമാൻറ്റിക് എറർ അല്ല, സിൻടാക്സ് എറർ എന്നാണ് പറയാം അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇഫ് എനി എക്സെപ്ഷൻ ഈസ് ത്രോൺ, എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻ എ ട്രൈ ബ്ലോക്ക്, എൽസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. എന്തുകൊണ്ടാണ്? എക്സെപ്ഷൻ യുനോ ഒരു എക്സെപ്ഷൻ അവിടെ ബ്ലോക്കിലൊരു എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല, നേരെ എക്സെപ്റ്റ് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. എന്ത് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക? എക്സെപ്റ്റ് ബ്ലോക്ക്. ഓക്കെ, സോ എക്സെപ്റ്റ് ബ്ലോക്ക് വിൽ വർക്ക്. ബ്ലോക്ക് will execute, not else block. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് കേട്ടോ. എക്സാമിന് നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. റെസ്റ്റ് ഓൾ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ ഇൻ പൈത്തൺ? പൈത്തണിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നെയിം എറർ, നമുക്ക് നെയിം എറർ ഉണ്ട്. ആട്രിബ്യൂട്ട് എറർ, നമുക്ക് ആട്രിബ്യൂട്ട് എറർ ഉണ്ട് അല്ലേ? നമുക്ക് സീറോ ഡിവിഷൻ എറേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് നെയിം എറർ ഉണ്ട്, ആട്രിബ്യൂട്ട് എറർ ഉണ്ട്, സീറോ ഡിവിഷൻ. അസൈൻമെൻറ്റ് എറർ, വി ഡോണ്ട് ഹാവ് എനി അസൈൻമെൻറ്റ് എറർ. ഇവിടെ ചോദിക്കും നോട്ട് ദ സ്റ്റാൻഡേർഡ് എന്നാണ് ചോദിച്ചേട്ടോ. നോട്ട് ദി സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ ഇൻ പൈത്തൺ, ദാറ്റ് ഈസ് അസൈൻമെൻറ്റ് എറർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നോൺ ആസ് പാർസിങ് എറേഴ്സ്. സിൻടാക്സ് എററിന് പാർസിങ് എറേഴ്സ് എന്ന് പറയാം അല്ലേ? ക്ലിയർ ആണല്ലോ? റൺ ടൈം എറേഴ്സിന് എന്താ പറയാം? റൺ ടൈം എറേഴ്സിന് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, റൺ ടൈം എറർ ആണെങ്കിൽ റൺ ടൈം എറേഴ്സിനെ പറയുന്ന പേര്, റൺ ടൈം എറേഴ്സ് ഈസ് നോൺ ആസ് എക്സെപ്ഷൻസ്. ഓക്കെ, എക്സെപ്ഷൻ. സിൻടാക്സ് എറർ എന്താ പറയാം? സിൻടാക്സ് എറർ ഈസ് ഓൾസോ നോൺ ആസ് പാർസിങ് എറർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. It is raised when built-in method or operations received an argument that has the right data type. Data type right ആണ്, right data type, but mismatched or inappropriate values. Values mismatch ആണ്. റൈറ്റ് ഡാറ്റ ടൈപ്പ് ആണ്, വാല്യൂസ് മിസ്മാച്ച് ആണ്. അപ്പോൾ ഇത് ഏത് എററാണ്? വാല്യൂ എറർ. സിമ്പിളായിട്ട് കാണാൻ പറ്റും, വാല്യൂ എറർ. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ്